നമസ്കാരം. ഗവൺമെൻറ് IT മലമ്പുഴയുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ഷൺമുഖൻ. ഗവൺമെൻറ് IT മലമ്പുഴയിലെ സീനിയർ ഇൻസ്ട്രക്ടറാണ്. ഞാൻ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ക്ലാസ് മില്ലിംഗ് മെഷീൻ സ്പെസിഫിക്കേഷനാണ്. അതായത് ഒരു മില്ലിംഗ് മെഷീൻ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ സവിശേഷതകൾ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളാണ്. അതായത് ഒരു പ്രോഡക്റ്റ് നമ്മൾ നിർമ്മിക്കുമ്പോൾ ആ പ്രോഡക്റ്റ് വളരെ വേഗത്തിലും കൃത്യമായി നിർമ്മിക്കാൻ ഉതകുന്ന മെഷീനാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണഗതിയിൽ ഒരു കാറ് അല്ലെങ്കിൽ വാഹനം പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ ആവശ്യത്തിനും നമ്മുടെ വേഗതയിലും വേണ്ട വാഹനമായിരിക്കും വാങ്ങിക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് എന്താണ് ആവശ്യം അതിനനുസരിച്ചുള്ള മില്ലിംഗ് മെഷീൻ ആണ് നമ്മൾ വാങ്ങിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ആദ്യത്തെ, മില്ലിംഗ് മെഷീൻ വാങ്ങിക്കുമ്പോൾ ഏത് ടൈപ്പ് മില്ലിംഗ് മെഷീനാണ് വാങ്ങിക്കേണ്ടതെന്ന് തീരുമാനിക്കണം. പ്രധാനമായിട്ട് മില്ലിംഗ് മെഷീൻ കോളമൻ ആൻഡ് നീ ടൈപ്പ്. കോളമൻ ആൻഡ് നീ ടൈപ്പിൽ മില്ലിംഗ് മെഷീൻ സാധാരണ ഉപയോഗിക്കുന്നത് സ്മാൾ ആൻഡ് മീഡിയം ജോബ് ടൈപ്പ് വെച്ചാൽ മാസ് പ്രൊഡക്ഷൻ അല്ല, സിംഗിൾ വർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. രണ്ടാമത് ബെഡ് ടൈപ്പ് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ചെറിയ വർക്ക് പീസ് വെച്ചാൽ മാസ് പ്രൊഡക്ഷന് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മാസ് പ്രൊഡക്ഷൻ എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ജോബ്സ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ബെഡ് ടൈപ്പ് ഉണ്ടാക്കുന്നത്. അതുകൂടാതെ പ്ലെയിനർ ടൈപ്പ് വെച്ചാൽ അത് വളരെ ഹെവി വർക്ക് പീസസ്, സാധാരണ ലേത്ത് ബെഡ്, മെഷീൻ ടേബിൾസ് എന്നിവ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ഫ്ലാറ്റ് സർഫസ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലെയിനർ ടൈപ്പ് ഉപയോഗിക്കുന്നത്. പിന്നെ മൂന്നാമത് റോട്ടറി ടൈപ്പ് സാധാരണ സ്മാൾ ജോബ്സ് മാസ് പ്രൊഡക്ഷനായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റോട്ടറി ടൈപ്പ് ഉപയോഗിക്കുന്നത്. പിന്നെ ഒമ്നിവേഴ്സൽ വെച്ച് കഴിഞ്ഞാൽ അത് കോളമൻ ആൻഡ് നീ ടൈപ്പിൻ്റെ ഒരു അഡീഷണൽ ഫീച്ചർ കൂടി ഉള്ളതാണ്. അതിൻ്റെ നീ മാത്രം ഏത് ആംഗിൾ വേണമെങ്കിലും 45 ഡിഗ്രി നീ ബേസിന് പാരലൽ കോളത്തിന് പെർപെൻഡിക്കുലറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ കഴിയുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ വെർട്ടിക്കൽ ടൈപ്പ് മില്ലിംഗ് മെഷീൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഗ്രൂവ്സ്, സ്ലോട്ടുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് ഹാൻഡ് മില്ലിംഗ് മെഷീൻ സ്മാൾ ജോബാണ്. അതായത് യാതൊരു ഓട്ടോമാറ്റിക് ഫീഡും ഉണ്ടാവില്ല, സ്പിൻഡിൽ മാത്രം മോട്ടർ ഡ്രിവൻ, ബാക്കിയൊക്കെ ഹാൻഡ്, ചെറിയ ജോബ്സ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, വളരെ ചെറിയ ജോബ്. പിന്നെ പ്ലാനറ്ററി മില്ലിംഗ് മെഷീൻ ഫിനിഷിംഗ് സിലിണ്ടറിക്കൽ സർഫസ് ഫിനിഷ് ചെയ്യാനും ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ത്രെഡ് മാനുഫാക്ചർ ചെയ്യാനും വേണ്ടിയിട്ടാണ് പ്ലാനറ്ററി ടൈപ്പ് മില്ലിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത്. അടുത്തത് പാൻറ്റോഗ്രാഫ് മില്ലിംഗ് മെഷീൻ ഒരു മോഡൽ അതേപടി റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി, ഒരു മോഡൽ അതേ രീതിയിൽ തന്നെ വേറെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അതിൽ ചെറുതോ വലുതോ ആയ ആ മോഡലിൻ്റെ സൈസിൻ്റെ ചെറുതോ വലുതോ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് പാൻറ്റോഗ്രാഫ്. അടുത്തത് പ്രൊഫൈൽ മില്ലിംഗ് മീൻസ് അത് വേരിയസ് ഷേപ്പ്, വളരെ വ്യത്യസ്ത രീതിയിലുള്ള കർവുകൾ വെച്ചാൽ വളഞ്ഞു പൊളഞ്ഞ സർഫസുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൊഫൈലിംഗ് മില്ലിംഗ് മെഷീൻ ഉപയോഗിക്കുന്നത്. ജിഗ് ബോറിംഗ് മെഷീൻ ബോറ് ചെയ്യാൻ വേണ്ടി, വളരെ കൃത്യതയോടുകൂടി ബോറ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അത് ഉപയോഗിക്കുന്നത്. അതുകൂടാതെ ട്രേസർ കൺട്രോൾഡ് മെഷീൻ, ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഷേപ്പുകൾ വളരെ കൃത്യതയോടെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടൈപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഈ 12 ടൈപ്പ് അതിൽ കൂടുതലോ മില്ലിംഗ് മെഷീൻ ഉണ്ട്. സാധാരണയായിട്ട് 12 ടൈപ്പ് മില്ലിംഗ് മെഷീനാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഇതുകൂടാതെ CNC കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾഡ് മില്ലിംഗ് മെഷീനും ഇപ്പോൾ അവൈലബിൾ ആണ്. അതുപയോഗിച്ച് ഏത് ഷേപ്പും വളരെ കൃത്യമായി നിർമ്മിക്കുവാൻ നമുക്ക് സാധിക്കും. അതുകൂടാതെ രണ്ടാമതായി സൈസ് ഓഫ് ദ വർക്ക് ടേബിൾ ആൻഡ് മൊമെൻ്റ് റേഞ്ച്. സൈസ് ഓഫ് ദ വർക്ക് ടേബിൾ മീൻസ് നമ്മൾ വർക്ക് സെറ്റ് ചെയ്യുന്ന ടേബിളിൻ്റെ അളവാണ്. സാധാരണ പറയുന്നത് ഈ ഫിഗറിൽ കാണുന്നത് ടേബിളിൻ്റെ ലെങ്ത്തും ടേബിളിൻ്റെ
വിഡ്ത്തും, ടേബിളിലെ ലെങ്ത്തും ടേബിളിലെ വിഡ്ത്തും. ഇതാണ് ഈ ഫിഗറിൽ കാണുന്ന രീതിയിൽ. ആൻഡ് മൂവ്മെൻറ്റ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ടേബിൾ മൂവ്മെൻറ്റ്സ് ആണ്. അത് താഴെ നമ്മൾ ടേബിൾ മൂവ്മെൻറ്റ്സ് സാധാരണ ലോഞ്ചിറ്റ്യൂഡിനൽ ട്രാവൽ, അതായത് കോളത്തിന് പാരലായിട്ട് മൂവ്മെൻറ്റ്, അടുത്തത് കോളത്തിന് എതിരെ മൂവ്മെൻറ്റ്, അതുകൂടാതെ സ്പിൻഡിൽ എന്ന് വെച്ചാൽ ഓവർ ആമിന് ബേസിൽ നിന്ന് മുകളിലേക്കുള്ള വർക്ക് മൂവ്മെൻറ്റുമാണ് സാധാരണ പറയുന്നത്. അതിൽ ടേബിൾ മൂവ്മെൻറ്റ് ലോഞ്ചിറ്റ്യൂഡിനൽ മീൻസ് ഈ ഫിഗർ, ഈ താഴെ കാണുന്ന ഫിഗർ 600 mm ആണ് ടേബിൾ ലോഞ്ചിറ്റ്യൂഡിനൽ. എന്ന് വെച്ചാൽ ടേബിൾ ലോഞ്ചിറ്റ്യൂഡിനൽ ടേബിളിൽ അടിയിൽ ഘടിപ്പിച്ചിട്ടുള്ള ലോഞ്ചിറ്റ്യൂഡിനൽ ഫീഡ് സ്ക്രൂ താഴെയുള്ള സാഡിലായിട്ട് ഘടിപ്പിച്ചത്. അത് ഉപയോഗിച്ച് ടേബിൾ വെർട്ടിക്കലായിട്ട് നീങ്ങുന്നതാണ് ടേബിൾ ലോഞ്ചിറ്റ്യൂഡിനൽ ട്രാവൽസ്. അതുകൂടാതെ ക്രോസ് ട്രാവൽ സാധാരണ ഗതിയിൽ ലോഞ്ചിറ്റ്യൂഡിനൽ ട്രാവലിനേക്കാളും കുറവായിരിക്കും, 200 mm. ഈ മില്ലി മെഷീനിലെ ഒരു എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. ലോഞ്ചിറ്റ്യൂഡിനൽ ട്രാവൽ 600 mm, ക്രോസ് 200 mm, താഴെ നിന്ന് ബേസിൽ നിന്ന് മുകളിലേക്കുള്ള ഹൈറ്റ് 400 mm. ഓക്കെ, അടുത്തത് നമ്പർ ഓഫ് സ്പിൻഡിൽ സ്പീഡ്സ്. നമ്പർ ഓഫ് സ്പിൻഡിൽ സ്പീഡ് വെച്ചാൽ ആ സ്പിൻഡിൽ എത്ര വേരിയബിൾ സ്പീഡ് കിട്ടും. സാധാരണ കിട്ടുന്നത് 50, 100, 150, 200, 250, 300, 400 അങ്ങനെ വ്യത്യസ്ത സ്പീഡുകൾ നമ്മൾ സ്പിൻഡിൽ ഡ്രൈവിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്പർ ഓഫ് സ്പിൻഡിൽ സ്പീഡ്സ് ഇൻ ദ മെഷീൻ. അപ്പോൾ അതുപയോഗിച്ച് നമ്മൾ വിവിധതരം മെറ്റീരിയലുകൾ, വിവിധതരം കട്ടിംഗ് ടൂളുകൾ ഉപയോഗിച്ച് വിവിധതരം മെറ്റീരിയൽ വെച്ച് കഴിഞ്ഞാൽ കാസ്റ്റ് അയൺ, മൈൽഡ് സ്റ്റീല്, ബ്രാസ്, അലുമിനിയം, ഹാർഡൻ സ്റ്റീല് തുടങ്ങി, അതുകൂടാതെ ഹൈ സ്പീഡ് സ്റ്റീല്, ടങ്സ്റ്റൺ കാർബൈഡ്, സിമെൻറ്റേറ്റ്, ഡയമണ്ട് കട്ടിംഗ് ടൂളുകൾ ഉപയോഗിച്ച് വിവിധ സ്പീഡിലും നമുക്ക് വർക്ക് ഫിനിഷ് ചെയ്യാൻ കഴിയും. അതിൻ്റെ ഒരു ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്പർ ഓഫ് സ്പിൻഡിൽ സ്പീഡ് വെച്ചാൽ ഈ ഏറ്റവും മുകളിൽ കാണുന്നതാണ് സ്പിൻഡിൽ. സ്പിൻഡിൽ അത് താഴെ മോട്ടർ, അത് കഴിഞ്ഞാൽ പുള്ളി ഒരു ഷാഫ്റ്റിനെ തിരിക്കുന്നു. ഇടയിൽ കാണുന്നത് ഗിയേഴ്സാണ്. ഗിയേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്ത് നമുക്ക് വേണ്ട സ്പീഡ് കിട്ടും. ഇതിൽ 3 4 8 ഗിയേഴ്സുള്ള, അപ്പോൾ 8 സ്പീഡ് കിട്ടും. നമ്മളിവിടെ ഒരു ഉദാഹരണത്തിൽ പറഞ്ഞിരിക്കുന്ന 6 സ്പിൻഡിൽ സ്പീഡാണ്. അതേപോലെ ഓരോ സ്പിൻഡിൽ സ്പീഡിലും ഗിയർ ബോക്സ് എന്നുള്ള ഡ്രൈവാണ് ഈ നമ്പർ ഓഫ് ഫീഡ്സ് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ടേബിൾ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യും. ഓട്ടോമാറ്റിക് ടേബിൾ മൂവ്മെൻറ്റ് ലോഞ്ചിറ്റ്യൂഡിനൽ ഫീഡ് കൺട്രോൾ ചെയ്യും. ലോഞ്ചിറ്റ്യൂഡിനൽ ഫീഡിലാണ് നമ്മൾ കട്ട് കൊടുക്കുന്നത്, എന്ന് വെച്ചാൽ വർക്ക് ഫിനിഷ് ചെയ്യുന്നത് അതിലാണ്. അത് കഴിഞ്ഞ് ക്രോസ് ഫീഡ്, വെർട്ടിക്കൽ ഫീഡ് സാധാരണ ഡെപ്ത് ഓഫ് കട്ടാണ്. മുകളിലേക്ക് വർക്ക് ഒന്ന് ചെയ്യുമ്പോൾ ഡെപ്ത് ഓഫ് കട്ട് കൂടുക ചെയ്യുന്നത്. അതുപയോഗിച്ച് ഈ 6 സ്പിൻഡിൽ സ്പീഡ് ഉണ്ടെങ്കിൽ ആ മെഷീനിൽ 6 ഫീഡും ഉണ്ടാവും. അതാണ് നമ്പർ ഓഫ് ഫീഡ്സ് അവൈലബിൾ. സ്പെസിഫൈ ദർ വാല്യൂസ് 6 അക്കോർഡിംഗ് ടു ദ വാല്യൂസ്. ഇപ്പോൾ 8 ആണെങ്കിൽ 8 സ്പിൻഡിൽ സ്പീഡ്സും 8 ഫീഡും ഉണ്ടാവും. പിന്നെ ടോട്ടൽ പവർ അവൈലബിൾ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണഗതിയിൽ സ്പിൻഡിൽ ഡ്രൈവും ഫീഡും ഒരു മോട്ടറിലാണ്. അത് ബേസ് മോട്ടർ. ഈ മുകളിൽ കാണിച്ച ഫിഗറിൽ ഈ മോട്ടർ കോളത്തിൻ്റെ അടിയിലായിരിക്കും ഫിറ്റ് ചെയ്തിട്ടുണ്ടാവുക. കോളത്തിൻ്റെ അടിയിൽ ഫിറ്റ് ചെയ്ത് അതുമൂലം ഗിയർ ബോക്സ് മുഖാന്തരം സ്പിൻഡിലേക്ക് ഡ്രൈവ് പോകും. ആ ഗിയർ ബോക്സ് തന്നെ ഒരു ഡ്രൈവ് ഫീഡ് ഷാഫ്റ്റ് മുഖാന്തരം ഈ നീൽ അടിയിൽ ഫിറ്റ് ചെയ്തിട്ടുള്ള ഗിയർ ബോക്സിലേക്ക് വരും. അപ്പോൾ അതിനുപയോഗിക്കുന്ന പവറാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഇവിടെ 3.5 HP. ഇതിലൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഈ ഫിഗർ ഇതിൽ 5 HP പറഞ്ഞാൽ 5 kW ആണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടപ്പുണ്ട്. ഞാനിപ്പോഴത് ശ്രദ്ധിച്ചത്. 3.5 kW പറയുമ്പോൾ 5 HP, പിന്നെ 5 kW പറയുമ്പോൾ 7 HP. അപ്പോൾ ഈ 5 ഇതിൽ മാറിയിരിക്കുകയാണ്, മാഞ്ഞു പോയിരിക്കുക വെച്ചാൽ പ്രിൻറ്റിങ് മിസ്റ്റേക്ക് കൊണ്ട് സംഭവിച്ചാണ്. ഇത് 5 kW 7 HP, 3.5 kW 5 HP മോട്ടർ. പിന്നെ അടുത്തത് ഫ്ലോർ സ്പേസ് റിക്വയർഡ്. ഫ്ലോർ സ്പേസ് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെഷീൻ വർക്ക്ഷോപ്പിൽ സെറ്റ് ചെയ്യാൻ ആവശ്യമായ സ്ഥലമാണ് ഉദ്ദേശിക്കുന്നത്. സ്ഥലത്തിൽ മെയിനായിട്ട് മെഷീൻ്റെ
ഈ ഫ്രണ്ടിലേക്കുള്ള വീതി നീളം അതുകൂടാതെ വർക്കിംഗ് സ്പേസ് മെഷീന് ചുറ്റും ഒരു 1 മീറ്റർ 2 മീറ്റർ ടേബിൾ മൂവ്മെൻറ്റ് വർക്ക് അതിൽ വയ്ക്കാൻ ഇറക്കാൻ പിന്നെ പാനൽ ബോർഡ് തുടങ്ങിയ മെഷീന് ചുറ്റും ഒരു ബാക്കിൽ 1 മീറ്റർ ഫ്രണ്ടിൽ 2-3 മീറ്റർ ഗ്യാപ്പ് ആ മെഷീൻ വർക്കിംഗ് സ്പേസ് കൂടി വേണം, ആ സ്ഥലത്ത് വേണം നിൽക്കണം. പിന്നെ അടുത്തത് സ്പിൻഡിൽ നോസ് ടാപ്പർ പറഞ്ഞാൽ ഇപ്പോൾ സ്പിൻഡിലിൽ ടാപ്പറുണ്ടാവും, ആ ടാപ്പറിലാണ് ലോങ് ആർബർ അല്ലെങ്കിൽ കട്ടിംഗ് ടൂൾസ് ഡയറക്റ്റായി പിടിപ്പിക്കുന്നത്. അതിൽ ആ ടാപ്പർ സ്പിൻഡിലുള്ളത് ഫീമെയിൽ ടാപ്പറും കട്ടിംഗ് ടൂളുള്ളത് മെയിൽ ടാപ്പറും ഇത് തമ്മിൽ മാച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് പ്രോപ്പർ അലൈൻമെൻറ്റ് സ്പിൻഡിലിൻ്റെ ആക്സിസിന് സമാന്തരമായി അല്ലെങ്കിൽ അതിന് പാരലായിട്ട് തന്നെ അല്ലെങ്കിൽ അതേ ലൈനിൽ തന്നെ കട്ടിംഗ് ടൂളിൻ്റെ സെൻറ്ററും സെറ്റ് ചെയ്യാൻ കഴിയും. അതിനാണ് ISO 40 ടാപ്പറും ഉണ്ടാവും, ISO 50 ടാപ്പറുണ്ട്. സാധാരണ ഉപയോഗിക്കുന്ന ISO 40 ആണ്. അതിൽ മെഷീൻ ടാപ്പർ ഈസ് എ സിസ്റ്റം ഫോർ സെക്യൂറിങ് കട്ടിംഗ് ടൂൾസ് ഓർ ടൂൾ ഹോൾഡേഴ്സ് in the spindle of a machine tool. A female member of conical form that is with its tapper female socket which is machining tapper equal angle. ISO 40 angle സ്റ്റാൻഡേർഡ് ടാപ്പർ ആംഗിൾ 8 ഡിഗ്രി 70 മിനിറ്റ്സ് 48 സെക്കൻഡ്സ് ആണ്. എൻ്റെ ആംഗിൾ ISO 40 ആംഗിൾ. അതിലും ഇവിടെ ഒരു പ്രിൻറ്റിങ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ISO ടാപ്പർ സ്റ്റാൻഡേർഡ് ആംഗിൾ ISO 40 സ്റ്റാൻഡേർഡ് ആംഗിൾ ഈസ് 9 ഡിഗ്രി 7 മിനിറ്റ്സ് ആൻഡ് 48 സെക്കൻഡ്സ്. ഒരു മിനിറ്റ്, സോറി, അത് ISO സ്റ്റാൻഡേർഡ് ടാപ്പർ ISO ടാപ്പർ 40 ആംഗിൾ ഈസ് 8 ഡിഗ്രി 7 മിനിറ്റ് 48 സെക്കൻഡ് ആണ്. പിന്നെ അടുത്തത് നെറ്റ് വെയിറ്റ് ഓഫ് ദ മെഷീൻ. നെറ്റ് വെയിറ്റ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞെങ്കിൽ 2000 കിലോ ആണ്. 2000 കിലോ വെച്ചാൽ ആ ഫ്ലോറ് 2000 കിലോ മെഷീൻ ഹോൾഡ് ചെയ്ത് വർക്ക് ചെയ്യാനുള്ള മെഷീൻ്റെ വെയിറ്റ് വർക്കിൻ്റെ വെയിറ്റ് ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പോഴുള്ള കട്ടിംഗ് ഫോഴ്സ് ഉപയോഗിച്ച് വർക്ക് ചെയ്യാനുള്ള എല്ലാ കപ്പാസിറ്റിയും ആ മെഷീനിൽ ആ ഫ്ലോറിനുണ്ടായിരിക്കണം. അതിനുള്ള ബേസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെറ്റ് വെയിറ്റ് ഓഫ് ദ മെഷീൻ. അതുകൂടാതെ നമുക്ക് ട്രാൻസ്പോർട്ടിങ്, അത് ലോഡിങ് ആൻഡ് അൺലോഡിങ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും കാണാൻ വേണ്ടിയിട്ടാണ് നെറ്റ് വെയിറ്റ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ ഡിപ്പെൻഡിങ് ഓൺ ദ മെഷീൻ ടൈപ്പ് ആൻഡ് സൈസ് ഓഫ് നമ്പർ ഓഫ് സ്പിൻഡിൽസ്. അതുകൂടാതെ മെയിനായിട്ട് ഡിപ്പെൻഡിങ് ഓൺ ദ മെഷീൻ ടൈപ്പ് സൈസ് ആൻഡ് നമ്പർ ഓഫ് സ്പിൻഡിൽസ്. മെഷീൻ ടൈപ്പിനനുസരിച്ച് സൈസ് വെച്ചാൽ നമ്മൾ പറയും നീളം വീതി ഹൈറ്റ്, പിന്നെ നമ്പർ ഓഫ് സ്പിൻഡിൽ സ്പീഡ്സ് എത്രയാണ് നമ്മൾ നേരത്തെ പറഞ്ഞാണ്. അതിനനുസരിച്ച് ദാറ്റ് ഈസ് കോളമൻ ആൻഡ് നീ ടൈപ്പ് ഓർ ബെഡ് ടൈപ്പ് ഓർ റോട്ടറി ടേബിൾ ടൈപ്പ് ഓർ ഡ്രം, നമ്മൾ മുകളിൽ പറഞ്ഞ ഡ്രം ടൈപ്പ്, പ്ലെയിനർ ടൈപ്പ്, ഹാൻഡ് മിൽ, പ്ലാനറ്ററി, പാൻറ്റോഗ്രാഫ് ടൈപ്പ്, ട്രേസർ കൺട്രോൾഡ്, പ്രൊഫൈലിംഗ് ടൈപ്പ്, വെർട്ടിക്കൽ സ്പിൻഡിൽ ടൈപ്പ്, യൂണിവേഴ്സൽ ടൈപ്പ്, ഒമിനിവേഴ്സൽ ടൈപ്പ്, ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയും. താങ്ക് യു.